ഹായ് മക്കളെ, എടാ നിങ്ങൾ പലർക്കും എന്തായിരിക്കും ഒരൊറ്റ സബ്ജക്റ്റാണ് കഴിഞ്ഞിട്ടുണ്ടാവുക ഫിസിക്സ്. കുറച്ച് ആൾക്കാർക്ക് ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6 5 ബാക്കിയാണ് അല്ലെങ്കിൽ 4 ബാക്കിയാണെന്നുള്ളതാണ്. ഞാൻ വെറുതെ ഒരു കൗതുകത്തിനൊരു ചോദ്യം ചോദിച്ചോട്ടാ. ഈ ബയോ സയൻസ് എടുത്ത കുട്ടികൾ, കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് ഇന്ന് നിങ്ങൾക്ക് പരീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ ഇന്നൊക്കെ കെമിസ്ട്രി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? അതോ എന്താണ് പിന്നെ ഇന്ന് കെമിസ്ട്രി പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ CS കുട്ടികളോട് ചെയ്യുന്ന ഒരു അനീതി ആയിരിക്കുമല്ലോ എന്ന് കരുതി നിങ്ങൾ എന്താണ് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ പഠിച്ചു തുടങ്ങാനാണോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, യെസ് ഓർ നോ, കെമിസ്ട്രി പഠിച്ച് തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളത്. എനിക്ക് ജസ്റ്റ് നിങ്ങളൊരു ആറ്റിറ്റ്യൂഡ് അറിയാനാണ്. പക്ഷേ എന്ത് വന്നാലും ഇന്ന് 7-ാം തീയതിയാണ്. 7-ാം തീയതിയാണെന്ന് മാത്രമല്ല, 7-ാം തീയതി രാത്രി ആയി കഴിഞ്ഞു. നമ്മൾക്ക് 10-ാം തീയതി നമ്മുടെ കെമിസ്ട്രി എക്സാം ഉണ്ട്. ആകെ നമുക്കുള്ളത് 7, 8, 9 എന്നുള്ള അല്ലെങ്കിൽ വെറും 2.5 ദിവസം മാത്രമാണ് നമ്മളെ മുന്നിൽ നമുക്കുള്ളത്. ഓക്കെ, എങ്ങനെ പഠിക്കാമെന്നാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. മക്കൾ, നിങ്ങൾ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്, നിങ്ങൾക്ക് ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആൻഡ് ഈ 10 ചാപ്റ്റേഴ്സിൽ 5 ഓർഗാനിക് ആണ് എന്ന് മാത്രമല്ല, ഓർഗാനിക്കിനാണ് ഏറ്റവും ഹൈ വെയിറ്റേജ് ഉള്ളത്. ഓർഗാനിക്കിനാണ് ഹൈ വെയിറ്റേജും. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ എന്താ പറയുക, ഒരു 60 മാർക്കിൽ ഏകദേശം ഒരു 40 മാർക്ക് പ്ലസ് കിട്ടാൻ പോകുന്നത് ഈ 5 ഓർഗാനിക് ചാപ്റ്റേഴ്സിലാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും ഇത് കഴിഞ്ഞിട്ട് നീറ്റോ കീമോ അല്ലെങ്കിൽ എന്താണ് ജെയ്ക്കൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. കുറച്ച് ആൾക്കാർ CUET എഴുതുന്നുണ്ടാവും. അപ്പം പ്രത്യേകിച്ച് നീറ്റിനും ജെയ്ക്കൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഓർഗാനിക്കിലൊരു ഫൗണ്ടേഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഭയങ്കര അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അവിടെയും ഈ പറഞ്ഞ പോലെ 5 ചാപ്റ്റേഴ്സ് +2-ലും 2 ചാപ്റ്റേഴ്സ് +1-ലും ടോട്ടൽ 7 ചാപ്റ്റേഴ്സ് എന്നുണ്ട്. അവിടെയും നിങ്ങളെ മുന്നിലുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓർഗാനിക്കിന് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആൻഡ് നമ്മൾ വെറും 1.5 ദിവസം കൊണ്ട് ഈ 10 ചാപ്റ്റേഴ്സും പഠിക്കാൻ പോവാണ്. ആൻഡ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുത്ത ലാസ്റ്റ് 3-ാമത്തെ ദിവസം നമ്മൾ തീർക്കും എന്നുള്ള മോഡലാണ് നമ്മളെ എൻ്റയർ സ്റ്റഡി പ്ലാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ നോക്കണേ. അതായത് ഇത് ശരിക്കും നിങ്ങളൊരു 3 days സ്റ്റഡി ചലഞ്ചായിട്ട് നിങ്ങൾ എടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാത്രി നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള 2 ചാപ്റ്ററാണ്. ഒന്ന് സൊല്യൂഷൻ, എനിക്കൊന്ന് ആദ്യത്തെ ചാപ്റ്ററാണ്. ആദ്യത്തെ ചാപ്റ്റർ ആവേശത്തിൽ നിങ്ങൾക്കൊക്കെ കുറേ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ കെമിക്കൽ കൈനറ്റിക്സും. ഇന്ന് രാത്രി 7:30 മുതൽ ഈ 2 ചാപ്റ്റേഴ്സ് നമ്മൾ തീർക്കും. ഓക്കെ, നാളെ 8-ാം തീയതി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ദ എൻ്റയർ 5 ഓർഗാനിക് ക്ലാസ്സസ്, 5 ഓർഗാനിക് ചാപ്റ്റേഴ്സും രാവിലെ 9 മണി മുതൽ ഒരു മാരത്തോൺ പോലെ നിങ്ങൾ പഠിക്കും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ 3 സാധനങ്ങൾ ഇനി 8-ാം തീയതി രാത്രി 7:30 എന്താണ് ബാക്കി കെമിസ്ട്രിയിൽ, ഇപ്പം 2 ഇവിടെ കഴിഞ്ഞു, 5 കഴിഞ്ഞു, ബാക്കി 3 ചാപ്റ്റേഴ്സും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിവൈസ് ചെയ്ത് തരും. ഡീറ്റെയിൽ ആയിട്ട് റിവൈസ് എന്ന് പറഞ്ഞാൽ റിവിഷൻ ആണോ എന്ന് വെച്ചാൽ റിവിഷനാണ്. പക്ഷേ ഒന്നും പഠിക്കാത്ത കുട്ടിക്കും നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കും. ആൻഡ് പ്രത്യേകിച്ച് നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി എടുക്കാൻ പോകുന്ന നമ്മുടെ നീറ്റ് ഫാക്കൽറ്റി ഷെഫിൻ സാറാണ്. ഷെഫിൻ NIT കാലിക്കറ്റിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു. കഴിഞ്ഞ 3-4 വർഷമായിട്ട് നീറ്റ് കുട്ടികൾ അടിപൊളിയായിട്ട് കെമിസ്ട്രി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എജ്യൂപോർട്ടിൽ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇന്നലത്തെ +1-ൻ്റെ ഒരു ലൈവ് ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രിയുടെ ലൈവ്. അതിൻ്റെ കമൻ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി എന്താണ് ഷെഫിൻ സാറിന് മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി +1 മുതലേ ടഫ് ആണെങ്കിൽ കൂടി വളരെ വൃത്തിയിൽ ഡീറ്റെയിൽ ആയിട്ട് സെറ്റായിട്ട് എന്ത് തരും, ഷെഫിൻ സാർ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും. ആൻഡ് നാളെ രാത്രി 7:30 നമ്മൾ എന്ത് ചെയ്യും, ദ ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് നമ്മളിവിടെ തീർക്കും. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. അതായത് ഇതിലേതെങ്കിലും ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ലൈവ് സ്കിപ്പ് ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എസ്പെഷ്യലി എന്താണ്, നിങ്ങൾ ഇന്ന് കുറച്ച് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നലെ രാത്രി കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ഭയങ്കരമായിട്ട് ഇത് തീർക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, 9-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രാത്രി എല്ലാം കൂടെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ട്. ഓക്കെ, 9-ാം തീയതി രാത്രി എല്ലാം കൂടെ എന്തുണ്ട്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് തരുന്ന ചലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ, അതായത് സ്കിപ്പ് ചെയ്യേണ്ട ചാപ്റ്റർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇന്ന് രാത്രിയും നാളെയും കൊണ്ട് പരമാവധി ചാപ്റ്റേഴ്സ് തീർക്കുക. ഇനി ഇൻ കേസ് നോമ്പൊക്കെ ആയതുകൊണ്ട് ചില കുട്ടികൾക്ക് ഫുള്ള് തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ 9-ാം തീയതി രാവിലെ ഈ സമയത്ത് എന്ത് ചെയ്യുക, ആ ലൈവും കൂടെ ബാക്കി കണ്ടിട്ട് ഫുള്ള് പഠിച്ചു തീർക്കുക. ഇനി തീർത്ത കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും PYQs എടുത്ത് നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ വെറുതെ ഇരിക്കരുത്. PYQs 9-ാം തീയതി രാവിലെ എഴുന്നേറ്റ് മുതൽ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ PYQs വെറുതെ ഒന്ന് എടുത്ത് നോക്കാം. ചില കുട്ടികൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, സാറേ PYQ ഒക്കെ എടുത്ത് നോക്കി, അഥവാ എനിക്ക് അറിയില്ലെങ്കിൽ ടെൻഷൻ ആവില്ലേ. എടാ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത്, അന്നേരം ടെൻഷൻ മാത്രമല്ല മാർക്കും പോലെ. അതിലും നല്ലതാണ് ഇതൊന്ന് എടുത്ത് നോക്കലാണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ നിങ്ങൾ
അതായത് ഓൾമോസ്റ്റ് 2.5 ദിവസം കൊണ്ട് കെമിസ്ട്രിയിലെ 10 ചാപ്റ്റർ പഠിച്ചിട്ട് 60 മാർക്കിൽ ഒരു 55 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചാപ്റ്റർ അല്ലെ 2 ചാപ്റ്റർ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാ പരീക്ഷ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റുന്നു മാത്രമല്ല നിങ്ങൾക്ക് എന്തായിരിക്കും ഇനി അങ്ങോട്ട് വരുന്ന ക്രാഷ് കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോയ ഒന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിലോ വേറെ മെഡിക്കൽ കോളേജിലോ എവിടെ കയറുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഡിഫിക്കൽട്ടി അടക്കം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഒരു ചേഞ്ചിങ് മൊമെൻ്റ് ആക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. സോ ദ ടാർഗറ്റ് എന്ന് പറയുന്നത് 2.5 ദിവസം 10 ചാപ്റ്റേഴ്സ് നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് റിവിഷൻ പ്ലാനാണിത്. അത് ഞങ്ങൾ ഏറ്റെടുത്തു. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആൻഡ് മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അവസാനിച്ചിട്ടില്ല, ഇനിയും നമുക്ക് തിരിച്ചു പിടിക്കാൻ സമയമുണ്ട്. സോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ബൈ.